പടന്നക്കാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി NSS യൂണിറ്റും ജീവനം നീലേശ്വരവും ചേർന്ന് കച്ചേരിക്കടവിൽ കൂടുതൽ കണ്ടൽ തൈകൾ നടന്നു. കണ്ടലിലെ പ്രധാന ഇനമായ റൈസോഫോറ ഇനത്തിൽപ്പെട്ട കണ്ടലുകളാണ് നടുന്നത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. കാസർഗോഡ് ജില്ലയിൽ അപൂർവമായി ആപ്പിൾ കണ്ടൽ കണ്ടുവരുന്ന നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലെ കച്ചേരിക്കടവ് ഭാഗത്ത് കൂടുതൽ കണ്ടൽ ഇനങ്ങൾ നടാനുള്ള ഒരുക്കത്തിലാണ് പടന്നക്കാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി NSS യൂണിറ്റും ജീവനം നീലേശ്വരവും. കണ്ടലിലെ പ്രധാന ഇനമായ റൈസോഫോറ എന്ന പ്രാന്തൻ കണ്ടൽ നട്ടുകൊണ്ട് നീലേശ്വരം മുനിസിപ്പൽ വൈസ് ചെയർമാൻ PP മുഹമ്മദ് റാഫി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജീവനം എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച് ലക്ഷക്കണക്കിന് മരങ്ങളും പ്രധാനമായും കണ്ടൽ മരങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സൗജന്യമായി ഉത്പാദിപ്പിച്ച് നട്ടുകൊടുക്കുന്ന വലിയൊരു സേവന പ്രവർത്തനം നടത്തുന്ന ആളാണ് ദിവാരത്തിന് വലിയ സമ്പന്നമൊന്നുമല്ല, സാധാരണ തൊഴിലാളിയാണ്. ആ കിട്ടുന്ന വരുമാനത്തിൻ്റെ വലിയ ഭാഗം പ്രകൃതി സ്നേഹത്തിൻ്റെ ഭാഗമായി ചെലവഴിക്കുകയാണ് ദിവാരൻ. മഴക്കാടുകളേക്കാൾ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ആവാസ വ്യവസ്ഥയാണ് കണ്ടൽ ഇനങ്ങളെന്ന് ജീവനം ഡയറക്ടർ ദിവാകരൻ കടിഞ്ഞമൂല പറഞ്ഞു. കണ്ടലുകളുടെ പാരിസ്ഥിതിക പ്രാധാന്യത്തെപ്പറ്റി നെയ്തൽ പ്രസിഡന്റ് K പ്രവീൺ കുമാർ ക്ലാസ് എടുത്തു. പ്രോഗ്രാം ഓഫീസർമാരായ KO സ്മിത, RL അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഫാത്തിമ നിഹ, കൃഷ്ണ സാഗർ, സാക്കിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.